വാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിവിൽ പോപ്പുലേഷൻ സെൻറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വാർ ക്രൈമാണ്. അങ്ങനെയുള്ള ഒരു ക്രൈമിന് വേണ്ടി ഇന്ത്യ ഒരിക്കലും മുതിരില്ല. പാകിസ്ഥാൻ ചെയ്യുന്നതും പ്രിസൈസ്ലി അതാണ്. സോ ഇൻ എഫക്റ്റ് ഇറ്റ് ഇസ് എ വാർ ക്രൈം ദറ്റ് പാകിസ്ഥാൻ ഈസ് കമ്മിറ്റിംഗ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കമ്പാരിസൺ പറ്റില്ല. 24 വർഷത്തിന് ശേഷം രാജ്യാതിർത്തിയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകുമ്പോൾ അന്ന് കാർഗിൽ യുദ്ധത്തിൽ ഒപ്പം അതിൻ്റെ ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുള്ള എയർ മാർഷൽ വിപിൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഉൾപ്പെടെ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. സാർ, ഈ ഒരു 24 വർഷങ്ങൾക്ക് മുമ്പാണ്, ഇതിനു മുമ്പ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുന്ന അന്ന് ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ആ ഒരു സംഘർഷ സാധ്യത മൂർച്ഛിച്ചു വരുന്നൊരു സാഹചര്യമാണ്. എത്രത്തോളമാണ് അന്നത്തെ ഒരു ഓപ്പറേഷൻസിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ഓപ്പറേഷൻസ് സാറ് റിട്ടയർഡായി ഇവിടെ വന്നു നിന്ന് കാണുന്ന സമയത്ത് എത്രത്തോളമാണ് സാറിന് ഫീൽ ചെയ്യുന്നത്? എന്താണ് സാറിന് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആദ്യം പറയാനുള്ളത്? കാർഗിലിൻ്റെ സമയത്ത് ഒരു ഐസൊലേറ്റഡ് ഏരിയ ഇൻ ഹിമാലയ റേഞ്ചിൽ സ്പെസിഫിക് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ മിലിറ്ററി അറ്റാക്ക് ഒരു ലോക്കലൈസ്ഡ് ഏരിയയിലുള്ളൊരു അറ്റാക്കായിരുന്നു. ആം ഫോഴ്സസ് വേഴ്സസ് ആം ഫോഴ്സസ്, മിലിറ്ററി വേഴ്സസ് മിലിറ്ററി, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് കാർഗിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ യുദ്ധമായിട്ട് നമ്മൾ ഇതുവരെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു ടെററിസ്റ്റ് അറ്റാക്ക്, ഡെലിബറേറ്റ് ഇൻഹ്യൂമൻ സബ്ഹ്യൂമൻ കില്ലിങ് ഓൺ ദ റിലീജിയസ് ബേസിസ്, വൃത്തികെട്ടെന്ന് പറയുകയാണെങ്കിൽ അത് മൈൽഡായി പോവും. അത്രയ്ക്ക് ബ്രൂട്ടലും ഇൻഹ്യൂമനും ആയിട്ടുള്ളൊരു കർവായി ചെയ്തതിൽ നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടത്. ഓപ്പറേഷൻസ് ഇതുവരെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് എല്ലാം ആൻറ്റി ടെററിസ്റ്റ് ടാർഗറ്റ്, ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ടെററിസ്റ്റിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള എസ്കലേഷൻ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എല്ലാം പാകിസ്ഥാൻ എന്താണോ ചെയ്തിട്ടുള്ളത് അതിനുള്ളൊരു പ്രൊപ്പോർഷനേറ്റ് റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇറസ്പോൺസിബിളായിട്ട് വേറെ ഏതെങ്കിലും ദർ ആർ മെനി അതർ ടാർഗറ്റ്സ് വിച്ച് ആർ മോർ വാല്യുബിൾ ആൻഡ് ഈസിലി എൻഗേജബിൾ ആയിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ട്. എന്നാലും നമ്മൾ വളരെ സംയമനം പാലിച്ചും കൃത്യനിഷ്ഠയോടുകൂടിയും വളരെയധികം ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്തായാലും ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ അത്രയും ഫ്രീ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വളരെ വലുതായിരിക്കും. അതുതന്നെയാണ് ഇന്ത്യ അത് വളരെ കൃത്യമായി ഏകദേശം ഒരു 14 ദിവസത്തിന് ശേഷമാണ് ഒരു ആക്ഷൻ തന്നെ ഉണ്ടാകുന്നത്. അതും ആദ്യം ഇങ്ങോട്ടേക്കുള്ള ഒരു അറ്റാക്കിന് അല്ലെങ്കിൽ അത്തരമൊരു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റാക്കിന് ശേഷമാണ് ഇന്ത്യ തിരിച്ച് അതിന് പ്രതികരിക്കുന്നത്. ശരിക്കും അത് ഇപ്പോഴും ഒരു പ്രതിരോധം തീർക്കലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇന്നലെയൊക്കെയായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം 300 മുതൽ 400 വരെ ഡ്രോണുകൾ അയക്കുന്നു, അവയെ തിരിച്ച് ആക്രമിക്കുന്നു അല്ലെങ്കിൽ തിരിച്ച് അവയെ നശീകരിക്കുന്നു. ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നശിപ്പിക്കാൻ കഴിയുന്നു. അത്രത്തോളം ഇന്ത്യ അഡ്വാൻസ്ഡ് ആണെന്ന് അവർക്കറിയാം. അപ്പോൾ ഇന്ത്യയെ പ്രകോപനം വരുത്തി യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷനാണോ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാണ് തോന്നുന്നത്? ഇതുവരെ കണ്ടെടുത്തോളം ഇന്ത്യയുടെ ഈ സ്റ്റാൻസ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ മനസ്സിലാക്കി കാണണം. അപ്പോൾ നമ്മൾ അത്രയും ഇറസ്പോൺസിബിൾ അല്ല എന്നുള്ള കാര്യം. ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ആ മെച്യൂരിറ്റി, ദേ ആർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ഇൻഡിസ്ക്രിമിനേറ്റ് ടാർഗറ്റിംഗ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ ഇതുവരെ വന്ന ടാർഗറ്റുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം സിവിലിയൻ ഏരിയയിലാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എക്സെപ്റ്റ് ഭട്ടിൻ്റെ എയർഫീൽഡിൻ്റെ എഗൻസ്റ്റായിട്ട് ഒരു ആം ഡ്രോൺ അയച്ചു വിച്ച് ഹസ് ബീൻ. അപ്പോൾ അത് രാത്രി ഉണ്ടായ കാര്യമാണ്, ഡ്രോൺ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതെന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ മിലിറ്ററി ടാർഗറ്റ്സിനെ എയിം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ബോർഡർ എൻഗേജ്മെൻറ്റ് വിട്ടിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഇന്ത്യ ഷുഡ് റിസർവ് ആ റൈറ്റ്സ് ആൻഡ് റെസ്പോണ്ട്. അങ്ങനെയാണ് 4 എയർഫീൽഡിൻ്റെ എഗൻസ്റ്റായിട്ട് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത്. നൂർഖാൻ എയർ ബേസും റഫീഖിയും തേർഡ് ആൻഡ് ഫോർത്ത് എയർഫീൽഡ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് മുറീദ്. വാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിവിൽ പോപ്പുലേഷൻ സെൻറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വാർ ക്രൈമാണ്.
അങ്ങനെയുള്ള ഒരു ക്രൈമിന് വേണ്ടി ഇന്ത്യ ഒരിക്കലും മുതിരില്ല. പാകിസ്ഥാൻ ചെയ്യുന്നതും പ്രിസൈസ്ലി അതാണ്. സോ ഇൻ എഫക്റ്റ് ഇറ്റ് ഈസ് എ വാർ ക്രൈം ദാറ്റ് പാകിസ്ഥാൻ ഈസ് കമ്മിറ്റിംഗ്. അത് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഒരുപക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അത് അത്തരം ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളമാണ് മുൻ ഒരു 24 വർഷത്തെ ഗ്യാപ്പ് വരുമ്പോഴും ഇന്ത്യ എത്രത്തോളം സുസജ്ജമായിട്ടുണ്ട് അന്നത്തേക്കാൾ ഉപരി? എല്ലാ തലങ്ങളിലും വളരെയധികം പ്രോഗ്രസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മിസൈൽസിനെയും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഡ്രോണിനെയും ചേർത്ത് നിർത്തി ഇപ്പുറത്ത് കൊണ്ടുവരാതെ തന്നെ എയറിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യുന്ന കേപ്പബിലിറ്റി വന്നത് തന്നെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദേ ടു സീ. ഇപ്പോൾ വെളിയിൽ നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. മാത്രമല്ല മാധ്യമങ്ങളിപ്പോൾ എല്ലാവരും ഫ്രണ്ട് ലൈനിലുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ടി വിയിൽ തന്നെ കൃത്യമായിട്ട് വിഷ്വൽസ് വരുന്നുണ്ട്. സോ ബാറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഏരിയ ഈസ് ബിക്കം ദാറ്റ് മച്ച് മോർ ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ നമുക്ക് എത്രമാത്രം ലോസ് ഉണ്ട്, അവർക്ക് എത്രമാത്രം ലോസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ എന്തുമാത്രം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നാളെ ഒരു സമയത്ത് ഒരു ബ്ലെയിം ഗെയിം വന്നാലും നമുക്ക് എവിഡൻസ് ഉണ്ട് ദാറ്റ് വി ഹാവ് നോട്ട് ഡൺ ഇറ്റ്. അത് ഞാൻ പറഞ്ഞെങ്കിലും ലോകരാഷ്ട്രങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോകരാഷ്ട്രത്തിൻ്റെ ഒപ്പീനിയൻ എന്ത് തന്നെ ആയിരുന്നാലും അവർക്കെല്ലാം വെളിയിൽ നിന്ന് പറയാം അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ആർ ബാറ്റിൽ. അപ്പോൾ അത് കേൾക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ വി മസ്റ്റ് റിമെയിൻ ഫോക്കസ്ഡ് ഓൺ ആർ അജണ്ട. നമുക്കെന്താണോ ആവശ്യം അത് ഫോക്കസ് ചെയ്ത് വി മസ്റ്റ് റീച്ച് അവർ എയിം. ഒപ്പം ഇന്നിപ്പം രാജ്യത്തോട് അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് അല്പസമയത്തിനകം തന്നെ. ഇന്നും പകൽ പോലും അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം, വീടുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വരുമ്പോൾ ഇത് ഒരു പക്ഷേ കൂടാനുള്ളൊരു സാഹചര്യം തന്നെയാണോ ഈ ഒരു ബാറ്റിൽ, അല്ലെങ്കിൽ അത് തുടർന്നു പോകാനുള്ളൊരു സാഹചര്യം? ഇന്ത്യ പലപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ അവർ നിർത്തുകയാണെങ്കിൽ തങ്ങൾ നിർത്തിവെക്കാം എന്നുള്ള നിർദ്ദേശങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അവയൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന്. വൺസ് അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. എസ്കലേഷൻ മാട്രിക്സ് അതിൽ നമ്മൾ വളരെ കൺട്രോൾഡാണ്. ആ മാട്രിക്സിനുള്ള കൺട്രോൾ നമ്മൾ തന്നെ റീറ്റെയിൻ ചെയ്യണം. അത് പാകിസ്ഥാന് കൊടുക്കാനൊക്കില്ല. അതുകൊണ്ടാണ് കാലിബ്രേറ്റഡ് ആയിട്ട് പോകുന്നത്. എസ്കലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പാകിസ്ഥാന് തന്നെയാണ്. നമ്മൾ ആയിട്ട് ഒരു എസ്കലേഷന് പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനി ചോദിച്ചതിൻ്റെ മറുപടി എന്താ വെച്ചാൽ മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാകിസ്ഥാൻസ് റെസ്പോൺസ്. അവർക്ക് എല്ലാ സ്റ്റേജിലും ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ടു എസ്കലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ. ആദ്യം ടെററിസ്റ്റ് അവിടെ നിന്നാണ് അവർ തുടങ്ങിയത്. അവിടെ ടെററിസ്റ്റ് ക്യാമ്പിനെ ഹിറ്റ് ചെയ്തപ്പോൾ ദേ കുഡ് ഹാവ് സ്റ്റോപ്ഡ്. എയർ ഡിഫെൻസ് സിസ്റ്റത്തിൻ്റെ എഗൻസ്റ്റായിട്ട് വരുമെന്നു വി ടോൾഡ് ദം ദാറ്റ് ഓർ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. അവിടെയും വിൻഡോ ഉണ്ടായിരുന്നു, ഇന്നലെ വിൻഡോ ഉണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം തുനിഞ്ഞ എസ്കലേഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേ ഹാവ് ടു ബി ടോട്ടൽ ലെസൺ. അതിൽ വെർ ഇസ് എ ഡൗട്ട്. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, മര്യാദ, മനുഷ്യത്വം, ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും മാക്സിമം അങ്ങനെ നിൽക്കുകയുള്ളൂ. എത്ര പ്രകോപനം ഉണ്ടായിരുന്നാൽ പോലും. പക്ഷേ കിട്ടിയേ മതിയാവുമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഒരു തരത്തിലും ഇന്ത്യക്ക് മുകളിലൊരു സർവാധിപത്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് മുകളിലൊരു ജയം പാകിസ്ഥാന് ഡ്രീം ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്, ഇന്ത്യയുടെ ഒരു സുസജ്ജത വെച്ചിട്ട്. എന്നിട്ട് പോലും അവർ അറ്റാക്ക് ചെയ്ത് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വിലയിടിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലേക്കല്ലേ പോകുന്നത്? അത് എത്രത്തോളമാണ്? ഒരു കാരണവശാലും അവർക്ക് ജയം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാര്യം അത്രത്തോളം കേപ്പബിളാണ്. ലോജിക്കലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കമ്പാരിസൺ പറ്റില്ല. ഇതുവരെ നടന്ന കാര്യങ്ങളിലെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഹൈഫനേറ്റഡ് രീതിയിലാണ് ലോകം മുഴുവൻ കണ്ടിരുന്നതും. പാകിസ്ഥാൻ എപ്പോഴും പറയുന്നതായിരുന്നാലും എൻ്റെ കോൺവെർസേഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ടാകുന്ന പോലെ പാകിസ്ഥാനും ഇന്ത്യയിലും ഉണ്ടാകുന്ന പോലെ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം അവർ ഇന്ത്യയുമായിട്ട് ചേർത്തേ പറയാറുള്ളൂ. അത് നമ്മൾ ഈക്വലാണ് എന്നുള്ള രീതിയിലാണ് അവരെപ്പോഴും ലോകത്തിനോട് പാകിസ്ഥാനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവരെന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് മിലിറ്ററി തലത്തിലോ ലോജിക്കിൻ്റെ തലത്തിലോ അല്ല അതിനുള്ള ഉത്തരം അവരുടെ സൈക്കോളജിയിലാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു. പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. അപ്പോൾ അവരൊരു
ഇസ്ലാം മത രാജ്യമായിട്ടാണ് എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മുടെ അധികാരത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും പിടിച്ചെടുക്കണം, ബാക്കിയുള്ളവർ ഇസ്ലാമിൽ കൊണ്ടുവരണം, റാഡിക്കൽ ഫണ്ടമെൻ്റലിസ്റ്റ് വ്യൂ ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പലപ്പോഴും പറയാറുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ആർമി ഉണ്ടെന്ന്. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആർമിക്കൊരു മുഴുവൻ രാജ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ തലത്തിൽ നിൽക്കുന്ന ഒരു സൈക്കോളജിക്കലി എന്താ പറയുക, ഇംപോവറിഷ്ഡ് ആയിട്ടുള്ളൊരു നിലപാടിൽ നിൽക്കുന്ന പാകിസ്ഥാനെ അതിൽ നിന്ന് മാറ്റണമെങ്കിൽ സൈക്കോളജിക്കലി അവർ മാറിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ജിഹാദീസിൻ്റെയും ടെററിസ്റ്റിൻ്റെയും ഇവരുടെ എല്ലാം മൈൻഡ് സെറ്റ് സാധാരണ ഒരു ഹ്യൂമൻ മൈൻഡ് സെറ്റിനോട് യോജിച്ച് പോകുന്ന തലത്തിലുള്ളതല്ല. എത്ര തന്നെ അഡ്വൈസ് ചെയ്താലും ഈ മെൻറ്റാലിറ്റി മാറ്റാൻ പ്രയാസമാണ്. കാരണം ഈ പറയുന്ന ടർക്കി അല്ലാതെ ബാക്കിയുള്ള ഒരു കൺട്രിയും ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള കൺട്രിയല്ല. കാരണം അമേരിക്ക എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫുള്ളി ഡെമോക്രാറ്റിക് നേഷൻ. ചൈന എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് ദെയർ ഓൺ ഡെഫിനേഷൻ ഓഫ് ഡെമോക്രസി ബട്ട് നോട്ട് ഡൺ പ്രോപ്പർലി. വി മെ നോട്ട് അഗ്രി ടു ദെയർ ഫോം ഓഫ് ഡെമോക്രസി. പക്ഷേ ദേ ഹാവ് ഗോട്ട് ഒരു ഓർഡർലി രീതിയുണ്ട്, എത്ര തന്നെ ഏത് രീതിയിലായിരുന്നാലും. ടർക്കി ഈസ് അനദർ മുസ്ലിം കൺട്രി, ദി ക്യാൻ ഇൻഫ്ലുവൻസ് പാകിസ്ഥാൻ. അല്ലാതെ തന്നെ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഇറാനുണ്ട്. ഇവിടെ നിന്നൊക്കെ അവർക്ക് എന്താ ഗുഡ് കൗൺസിൽ കിട്ടേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യ, വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യ, അവർക്ക് അവരുടെ ലോജിക്ക് തെറ്റിപ്പോകും എപ്പോഴും. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയും താഴ്ത്തി കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയോട് ഈക്വൽ ആണെന്ന് ലോകത്തോട് കാണിക്കുന്നു. പക്ഷേ ഇന്ത്യ കാണുന്നതെന്ന് വെച്ചാൽ ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശുണ്ട്, മോൾഡീവ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ നെയ്ബർഹുഡിലുള്ള വേറൊരു കൺട്രിയാണ് പാകിസ്ഥാൻ. അപ്പോൾ നമ്മൾ അവരെയൊക്കെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ പാകിസ്ഥാനെ കാണാനൊക്കെ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാൻ്റെ രീതി അങ്ങനെയല്ല. പഴയ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി, അതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയി, അപ്പോൾ ഇവരെല്ലാവരും മാത്രമല്ല വേറെയും ലീഡേഴ്സ് ഉണ്ടായിരിക്കാം. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു നോട്ട് ജസ്റ്റ് ഒലീവ് ലീവ്സ്, ഒരു ഹാൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കാണിച്ചിട്ടുണ്ട്. എത്രയോ ഡെലിഗേഷൻസ് പാകിസ്ഥാനിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ ജനതയുടെ കൂടെ നമ്മൾ വർത്തമാനം പറയുമ്പോഴും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുമ്പോഴും അവരെല്ലാവരും വളരെ വോമായിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ഇന്ത്യക്കാരോട് പ്രതികരിക്കുന്നത്. ഈ ആർമിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രയാസം. അപ്പോൾ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആർമിയാണ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആണ് ഈ സിറ്റുവേഷൻ വരുന്നത്. തീർച്ചയായും. ഒപ്പം ഈ പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഒരു പക്ഷേ കൂടുതൽ ചർച്ചയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ചർച്ചയുടെ തലത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇന്ത്യയും പറയുന്നത്. ഇപ്പോൾ സാർ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിലേക്ക് പോകാൻ ഇന്ത്യക്ക് കഴിയും. അത് അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾ, അത് പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങൾ മുൻകൈ എടുക്കണമെന്ന് തന്നെയാണ്. അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് എനിക്ക് തീർത്ത് പറയാനൊക്കെ ഇല്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ തമ്മിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡയലോഗിൽ വേറെ ആരെയും ഇൻവോൾവ് ചെയ്യാതിരിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പാകിസ്ഥാൻ മനസ്സിലാക്കണം. ഇന്നായിരുന്നാലും നാളെ ആയിരുന്നാലും ഏത് കാലത്തായിരുന്നാലും ഇന്ത്യയും പാകിസ്ഥാനും നെയ്ബേഴ്സാണ്. അപ്പോൾ വേറെ ആര് പറഞ്ഞിട്ട് എന്ത് ചെയ്തായിരുന്നാലും അതിൻ്റെ കാലാവധി ലിമിറ്റഡാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഇതിന് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, വേറൊരു രാജ്യം വന്നു കഴിയുമ്പോൾ അത് പാകിസ്ഥാന് അഡ്വാൻറ്റേജസ് ആയിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഉദ്ദേശം തന്നെ പല ഇഷ്യൂസും, നമ്മൾ തമ്മിലുള്ള പല ഇഷ്യൂസും, സ്പെഷ്യലി കാശ്മീറും അങ്ങനെയുള്ള ഇതൊക്കെ ഇൻ്റർനാഷണലൈസ് ചെയ്യുക എന്നതാണ് പാകിസ്ഥാൻ്റെ ഉദ്ദേശം. അപ്പോൾ വേറൊരു ഒരു മീഡിയേറ്റർ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതുതന്നെയാണ് ഇത്രയും നാൾ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ വാർഫീൽഡിൽ നിന്ന്
പരിചയം വെച്ചിട്ടാണ് എയർ മാർഷൽ വിപിൻ സംസാരിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ പാത വെടിഞ്ഞ് ചർച്ചയുടെ പാതയിലേക്ക്, മനുഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് വരാനാണ് തയ്യാറാകേണ്ടത്. അതുതന്നെയാണ് രണ്ട് അയൽ രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഗുണമേകുക. ഒന്നുറപ്പാണ്, പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇന്ത്യയെ ജയിക്കാൻ കഴിയില്ല എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. പാകിസ്ഥാൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കി തിരികെ വരണം എന്നാണ് ഇത്രയും നാളത്തെ തൻ്റെ സർവീസ് മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹവും പറയുന്നത്.